ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റെനാൻജു മഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ടൈറ്റിലൊക്കെ കൊടുത്ത പോലെ അങ്ങനെ ഒരു വാട്ട്സ് ഇൻ മൈ ഫോൺ വീഡിയോ ആണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോണിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് റെനക്ക് ഫോണുണ്ടോ, റെനയുടെ ഫോൺ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു ഫോൺ, ഇങ്ങനത്തെ ഒരു ഫോൺ ഇല്ലായിരുന്നു. ഞാനെല്ലാം ചെയ്യുന്നത് ഉമ്മൻ്റെ ഫോണിലായിരുന്നു. ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു, അതിലായിരുന്നു ഞാൻ ക്ലാസ്സൊക്കെ നോക്കാറ്. അല്ലാതെ പിന്നെ ബാക്കിയുള്ള വാട്സപ്പ്, യൂട്യൂബ് നോക്കാനായാലും എന്തിനായാലും, അതായത് വാട്സപ്പിൽ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ ഉമ്മൻ്റെ ഫോൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻ്റെ ഫോൺ എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കുന്ന ഫോൺ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഒരു ഫോൺ വാങ്ങിച്ചു. അതിനു മുമ്പ് ആ കംപ്ലൈൻ്റ് ആയപ്പോൾ ഇത് റെഡിയാക്കാൻ കൊടുത്തതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടുണ്ടായിരുന്ന ഫോണായിരുന്നു ഇത് പിന്നീട് എനിക്കിത് റെഡിയാക്കി കിട്ടിയപ്പം എനിക്ക് തന്നതാണ്, എനിക്ക് എൻ്റെ ക്ലാസ് നോക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഈ ഫോണ് സാംസങ് ഗാലക്സി A20 ഫോണാണ്. ഇത് കുറേ പഴയ ഫോണൊന്നുമില്ല, ഇത് വാങ്ങിച്ചിട്ട് 1.5 വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ. അതിനെടുക്കുന്നതാണ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്ന് റെഡിയാക്കാൻ കൊടുത്തത്. അപ്പോൾ ഉമ്മ പുതിയൊരു ഫോൺ വാങ്ങിച്ചു. ആ ഫോണാണ് സാംസങ് ഗാലക്സി A22 ആണ്, ന്യൂ വെർഷനാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയതൊന്നുമില്ല കാര്യമായിട്ട്. എന്തൊക്കെയാണുള്ളതെന്നൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കാറുണ്ട് റെനയുടെ ഫോൺ ഏതാണ്, ഫോണിൽ എന്തൊക്കെയാണുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഫോണിലുള്ളത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആപ്സ് കാണിച്ചു തരാം. ആപ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റ് ആണ് നമ്മുടെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് കേക്ക് ആപ്പാണ്. പിന്നെ YT സ്റ്റുഡിയോ, QR കോഡ് സ്കാനറും, പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തംബ്നെയിൽ ഉണ്ടാക്കുന്ന പിക്സാർട്ട്, ഇത് ഇൻഷോട്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെയാണ് മംഗ്ലീഷ് കീബോർഡ്, ഇന്ത്യൻ എക്സ്പ്രസ്, അങ്ങനെയുള്ള ആപ്പുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഒന്നും എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഉമ്മ ആക്കാൻ സമ്മതിക്കില്ല. ഉമ്മൻ്റെ ഫോണാണ് അതൊക്കെ ഉള്ളത്. ഉമ്മൻ്റെ ഫോണിലാണ് എൻ്റെ വാട്സപ്പ് ഒക്കെ ഉള്ളത്, അതായത് എൻ്റെ സ്കൂളിൻ്റെ ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ളത്. അതിൽ നിന്നാണ് ഞാൻ ലിങ്ക് എടുത്ത് ഇതിൽ ക്ലാസ്സൊക്കെ കാണാറ്. ഈ വാട്സപ്പ്, ഇൻസ്റ്റ എന്നല്ല വേറൊരു ആപ്പും ഉമ്മ ഇതിലാക്കാൻ സമ്മതിക്കില്ല. പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂട്യൂബ് യൂസ് ചെയ്യാനാണ് ഉമ്മ ഈ ഫോണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ അടുത്തുള്ള ആപ്പ്. നിങ്ങൾക്കിതിവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇത്ര ആപ്സേ ഉള്ളൂ. പിന്നെ വേറെ ഗെയിംസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, അപ്പോൾ അതൊന്നും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഗൂഗിൾ ഉണ്ട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗൂഗിളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ അത്യാവശ്യം വേണ്ട ആപ്പുകളൊക്കെ ഉള്ള ഒരു സാധാരണ ഫോണാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണിലുള്ള കാര്യങ്ങൾ, ആപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻസിൽ ചോദിക്കാറൊക്കെ ഉണ്ട്, റെന നിൻ്റെ ഫോൺ ഏതാണ്, അതുപോലെ തന്നെ ഏത് ഫോണിലാണ് ക്ലാസ് കാണാറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ നെറ്റിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്, ഉമ്മ എനിക്ക് നെറ്റ് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ക്ലാസ്സൊക്കെ കാണാറ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ദിസ് ഈസ് മീ റെനാൻജു മഷ്റഫ് സൈനിങ് ഓഫ്.